അവന് നിന്നെ അത്രയ്ക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ കെട്ടിക്കൂടി. വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ. അതിനല്ല എന്റെ അച്ഛനും ചിന്നമ്മ എന്നെ വളർത്തിയത്. എടി, അമ്മയെ കയറി പേര് വിളിക്കണം. എന്റെ അമ്മ മരിച്ചു പോയതാ. എന്റെ അമ്മയുടെ അനിയത്തിയ ചിന്നമ്മ. ചിറ്റമ്മയെന്ന് വിളിച്ച് ചിന്നമ്മയായി മാറിയതാ. കരടി പറഞ്ഞു കേട്ടോടി, ഞാനും നീ പ്രേമമാണെന്ന്. ആണോടി? ആണെങ്കിൽ നീ പോരുന്നു എൻ്റെ കൂടെ നാട്ടിലേക്ക്. ഈ കാടും ചന്തയല്ലാതെ നാട് കണ്ടിട്ടില്ല ഞാൻ. കൊണ്ടുപോ എന്നെ. ഇഷ്ടമാണോ എന്നെ? ഓഹോ, ഇതിനിടയിൽ അതും നടന്നോ? കൊള്ളാം. നിനക്ക് പ്രേമോ എനിക്ക് പ്രഹരോ. ഇതൊരു മാതിരി കാലടിയിൽ ഇടപാടായി പോയി. ഇവിടെ വന്ന അന്ന് മുതൽ നിന്റെ അടുത്തുള്ള അവളുടെ കൊഞ്ചലും കൊഴയിലും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവൾ നിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു. ദേ, എനിക്കും ചില ആശകളൊക്കെ ഉണ്ടായിരുന്നതാ. ഇനിയിപ്പോൾ ആശിച്ചിട്ട് എന്താ കാര്യം? ഒക്കെ ആ കരടി അടിച്ച് കലക്കിയില്ലേ. ഇങ്ങനെ പോയാ എന്റെ വംശം അന്യം നിന്ന് പോകുമല്ലോ കർത്താവേ. അതെ, നിന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? കുറ്റം പറയാനൊക്കത്തില്ല. കഴുത്തിന് ചവിട്ടി പിടിച്ച് വായിലേക്ക് നല്ല പനങ്ങൾ ഒഴിച്ചു വന്നു. നന്നായി. പിന്നെ മുഖം പൊത്തി അടിച്ച വകെ വായി ചോര ഉണ്ടായിരുന്നോണ്ട് ടച്ചിങ്സ് വേറെ അന്വേഷിക്കേണ്ടി വന്നില്ല. എടാ, ഇവന്മാരൊക്കെ തനി കാടന്മാരാ. നിന്നെ അതെ, നീ നിന്റെ ചേട്ടനും ചേട്ടത്തെയും വിളിക്ക്, നമുക്ക് നാട്ടിൽ പോകാവടാ. നല്ല അന്തസ്സുള്ള അടി അവിടെ കിട്ടുമല്ലോ. ഞാനില്ല, തന്നതൊക്കെ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ ഈ മല ഇറങ്ങും. അടുത്ത കളിക്ക് ഞാൻ ഇറങ്ങും ചേട്ടൻ്റെ ടീമിൽ. അവനെ എനിക്ക് കളിക്കളത്തിൽ കിട്ടണം, ആ രഘുവിന്.